ഇത് കണ്ടോ, ഇതാണ് ബാത്ത് ഫിൽറ്റർ. ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടേ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ഡാമേജ് ആവുന്നില്ലേ, അതിനൊരു പരിഹാരമാണ് ഇത്. നമ്മുടെ സ്കിന്നിനാണെങ്കിൽ ഡ്രൈ ആകുന്നു, ഇച്ചി ആകുന്നു. പിന്നെ ഹെയർ നമ്മൾ എത്ര വാഷ് ചെയ്തിട്ടും ഫ്ലേക്സ് ഉണ്ടാവുന്നു, അത് ടാങ്കിൾഡ് ആയിട്ട്. കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ടും അത് സിൽക്കി ആവുന്നില്ല, റഫായിട്ടിരിക്കുവാണ്. അതിനൊക്കെ കാരണം ഈ ഹാർഡ് വാട്ടറാണ്. അത് നമ്മൾ ഈ ഫ്ലേക്സിനെയൊക്കെ ഡാൻഡ്രഫായിട്ട് കൺഫ്യൂസ് ആയിട്ട് നമ്മൾ ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്യുന്നു. ബട്ട് എന്നിട്ടും അതിനൊരു സൊല്യൂഷൻ ആവുന്നില്ല. അപ്പം അതിനൊരു സൊല്യൂഷനാണ് നമ്മുടെ ഹാർഡ് വാട്ടറിനെ സോഫ്റ്റനാക്കുക എന്നുള്ളത്. ഇതൊരു പോർട്ടബിൾ ഫോസറ്റ് വാട്ടർ ഫിൽറ്ററാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹാർഡ് വാട്ടർ സൊല്യൂഷനായത്. ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 12 to 18 months ആണ്. അതുകൊണ്ട് തന്നെ 1.5 വർഷത്തേക്ക് നമുക്ക് വേറൊരു പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യവും വരുന്നില്ല. പിന്നെ നമുക്ക് 40 ഡിഗ്രി തൊട്ട് 110 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള വാട്ടർ നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോട്ട് വാട്ടറിൽ കുളിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ ഈസിയാണ്. ഇത് നമ്മുടെ ടാപ്പിൽ ഹാങ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വെൽക്രോ കിട്ടുന്നുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് നല്ല വൈഡർ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ബാത്ത് ടബിൻ്റെ ടാപ്സിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണേ. പിന്നെ സാധാരണ ഫിൽറ്റേഴ്സിനെ പോലെ ഫ്ലോയിലും കുറവ് വരുന്നില്ല കേട്ടോ. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. നിങ്ങൾ ആമസോണിൽ കയറി നോക്കിയാൽ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റുകളുണ്ട്. അപ്പം അതിൻ്റെ സ്പെസിഫിക്കേഷൻസും സ്റ്റാർസും ഒക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം വാങ്ങിക്കും കേട്ടോ. എനിക്ക് ഇതിൻ്റെ കൂടെ 2 ഷാംപൂ ബോൾസും ഒരു ഷവർ ബ്രഷും പിന്നെ അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു വെൽക്രോയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇതുപയോഗിച്ച് ഞാൻ ബക്കറ്റിൽ പിടിച്ച വെള്ളത്തിന് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തു കേട്ടോ. വളരെ തെളിഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു വാട്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും ഇത് മേടിച്ച് ഉപയോഗിക്കും കേട്ടോ. നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ.